ഏത്? രാഹുൽ സദാശിവനാ? യെസ്, റെഡ് റെയിൻ, ഭൂതകാലം, ഭ്രമയുഗം, പിന്നെ ലേറ്റസ്റ്റായി റിലീസായ DS ഇറ. ഇതെല്ലാം ഡയറക്റ്റ് ചെയ്ത രാഹുൽ സദാശിവൻ ഇപ്പോൾ ഓവർ റേറ്റഡ് ആണെന്ന് പലരും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതായി കാണാം. പ്രണവിന്റെ DS ഇറ എന്ന സിനിമയുടെ വമ്പൻ വിജയമാണ് രാഹുൽ സദാശിവനെ ഓവർ റേറ്റഡ് ആക്കി മാറ്റിയിരിക്കുന്നത്. കാടിനൊത്ത നടുവിലായി പണ്ടാരോ ഉപേക്ഷിച്ചിട്ട് പോയൊരു വീട്. ആ വീട്ടിലേക്ക് ആവശ്യമുണ്ടേലും ഇല്ലേലും വെക്കേഷൻ ആസ്വദിക്കാനെത്തുന്ന സുഹൃത്തുക്കളെ അവിടെയുള്ള പ്രേതങ്ങൾ വന്ന് പെടാപ്പാട് പെടുത്തുന്നതായിരുന്നു ഒരു കാലത്ത് ഹോളിവുഡ് ഹൊറർ സിനിമകളുടെ മെയിൻ പ്ലോട്ട്. പിന്നീട് കുഞ്ഞി പിള്ളേരെ ഒറ്റയ്ക്കൊരു പ്രേതമുറിയിൽ ഒരു പ്രേത ബൊമ്മയുടെ കൂടെ കിടത്തി ഉറക്കിയ ശേഷം ആ പിള്ളേരെ കൊല്ലാക്കൊല ചെയ്യാനെത്തുന്ന പ്രേത സിനിമകളുടെ കഥകളും ഒരുപാടുണ്ട്. ഇനി പ്രേതത്തെ ആവാഹിച്ച് തറച്ചു വെച്ചിരുന്ന ആണിയോ മറ്റോ പറിച്ചെടുത്തിട്ട് അവസാനം ആ പ്രേതം പുറകെ കൂടി ശല്യപ്പെടുത്തുന്നതോ പ്രതികാരം വീട്ടാനെത്തുന്നതോ ആയ പ്രേതക്കഥകൾ തുടങ്ങി ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനെത്തുന്ന പ്രേതങ്ങളെ വരെ നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ കാണുവാൻ സാധിക്കും. അവിടെയാണ് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ വ്യത്യസ്തനാവുന്നത്. നോ സെന്റിമെന്റ് ഫ്ലാഷ് ബാക്ക് സീൻസ്, നോ കോമഡി സീൻസ്. നീ ഇവിടെ നിൽക്കാണോ? എനിക്കെന്താ പ്രസവിക്കുന്നു വേണ്ടേ? ഹൊറർ സീൻസ് എന്നതിലുപരി പടം കാണാനെത്തുന്ന പ്രേക്ഷകരെ മാനസികമായി തളർത്തി ഇതൊരു ഹൊറർ സീൻ തന്നെയാണെന്ന തോട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അതിവിദഗ്ധനാണ് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ. ഉദാഹരണത്തിന് ഭൂതകാലത്തിലെ ഈ ഒരു സീൻ നോക്കിക്കഴിഞ്ഞാൽ യെസ്, അത് ആ വീട്ടിൽ പണ്ട് മരിച്ചവരുടെ പ്രേതങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വീട് തുറന്ന് അവർ പുറത്തേക്ക് പോകുന്നത് വരെയും ആ പ്രേതം അവരെ രണ്ടുപേരെയും ഒന്നും ചെയ്യുന്നതായി കാണിക്കുന്നില്ല. എങ്കിലും പടം കാണുന്നവരുടെ ഉള്ളിൽ തീ പിടിച്ച അവസ്ഥയാണ് ഈ സീനൊക്കെ കാണുമ്പോൾ. മേ ബി ഇത് മറ്റാരെങ്കിലുമാണ് ഡയറക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പള്ളിയിലച്ഛനോ ഒരു മന്ത്രവാദിക്കോ ചാടി വീണ് മാസ് കാണിക്കാൻ പറ്റിയൊരു സീനായിരുന്നു അത്. എന്നാൽ രാഹുൽ സദാശിവന്റെ പടങ്ങളിലെ സീനുകൾ പ്രെഡിക്റ്റ് ചെയ്തെടുക്കുക എന്നത് ഇച്ചിരി പാടുള്ള പണിയാണ്. ഇതുവരെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് 4 സിനിമകൾ, 4ഉം ഹൊറർ കാറ്റഗറിയിൽ പെടുന്ന സിനിമകൾ മാത്രവും. അതിൽ ഏറ്റവും കൂടുതൽ മാനസികമായി ഹോണ്ട് ചെയ്ത പടം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂതകാലം തന്നെയാണ്. ഭ്രമയുഗം വരെ മലയാളത്തിലെ ബെസ്റ്റ് ഡയറക്ടർ എന്നറിയപ്പെട്ടിരുന്ന രാഹുലിനെ DS ഇറ ഇറങ്ങിയ ശേഷം ആരൊക്കെയോ പിടിച്ച് ഓവർ റേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭൂതകാലത്തെ അപേക്ഷിച്ച് ഭയപ്പെടുത്തുന്ന സീനുകളൊക്കെ വളരെ കുറവാണ് DS ഇറയിൽ. ബട്ട് സ്റ്റിൽ ഓരോരുത്തരുടെയും പെർഫോമൻസുകളെയോ പടത്തിന്റെ മേക്കിങ്ങിനെയോ ഒന്നും തന്നെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. പടം വൻ എൻഗേജിങ് ആൻഡ് എക്സൈറ്റിംഗ് ആയിരുന്നു അൺടിൽ ജസ്റ്റ് ബിഫോർ ദിസ് സീൻ. ഞാൻ മനുഷ്യൻ, അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ, ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ മനുഷ്യന്മാര്. സത്യം പറയാലോ, ഈ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ പോലും അറിയാതെ ഒരു ചെറു പുഞ്ചിരി മനസ്സിൽ ഉണർന്നില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. ഭീഷ്മയിലെ നെഗറ്റീവ് റോളൊക്കെ എത്ര വെടിപ്പായി ചെയ്തു വെച്ച മനുഷ്യനായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ചേരായിക തോന്നി. ഇങ്ങേർക്ക് പകരം വേറെ ആരെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഒരു പക്ഷെ വേറെ ലെവലിൽ പോകേണ്ട ട്വിസ്റ്റ് അത്. ഇത് കഴിഞ്ഞിട്ടും സിനിമയുമായി കണക്റ്റ് ആയിരുന്നു കാണുവാൻ സാധിച്ചെങ്കിലും ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും മറ്റുമായിട്ടായിരുന്നു സിനിമ അവസാനിച്ചത്. മേ ബി അതിനാലായിരിക്കണം ചിലർക്കൊക്കെ ഈ പടം അത്ര പിടിക്കാതെ പോയതിൻ്റെയും കാരണം. ഹൊറർ സിനിമകളുടെ ആരാധകൻ എന്ന നിലയ്ക്ക് ഈ പടം എന്നെ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തെങ്കിലും ഭൂതകാലവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി പിന്നാക്കം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാനസികമായി തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണ് ഭൂതകാലം. ഹൊറർ എന്നതിലുപരി ഇതിലെ വിനു എന്ന ക്യാരക്ടറിന് തന്നെ പല ലേയേഴ്സ് ഉണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒട്ടുമിക്ക കൗമാരക്കാർക്കും വിനു എന്ന ഷെയ്ൻ്റെ കഥാപാത്രവുമായി ഈസി ആയിട്ട് കണക്റ്റ് ആവാൻ സാധിക്കും. എന്ന് മാത്രമല്ല വിനുവിൻ്റെ കഥാപാത്രത്തിന് സംഭവിക്കുന്ന പല കാര്യങ്ങളും മെൻ്റലി വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. പടത്തിലെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഒക്കെ നൈസായിരുന്നത് കൊണ്ട് തന്നെ ഒരു ഒഴുക്കിനങ്ങ് പടം കണ്ടിരിക്കുവാൻ സാധിച്ചു. രാഹുലിൻ്റെ സിനിമകൾ കാണുമ്പോൾ തോന്നാറുള്ള മാനസിക പിരിമുറുക്കത്തിൻ്റെ 10 ഇരട്ടി DS ഇറ കണ്ടപ്പോൾ തോന്നി. കാരണം 2 സ്മോൾ അടിച്ചിട്ട് പടം കാണാൻ കയറി വന്നിരുന്ന് നല്ല സീനുകൾക്കിടയിൽ പോലും പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നവരും താൻ സ്വയം മാസാണെന്ന് കാണിക്കാൻ വേണ്ടി സീരിയസ് സീനുകളിൽ പോലും കിടന്ന് കമൻ്റ് അടിച്ച കമൻ്റോളികൾക്കും അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ സമർപ്പിക്കുന്നു. எனக்கு பயம் இல்ல, அதுக்கு தான் சாம்பிள். 2-3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ചെയ്തിട്ട് ബാക്കി ദിവസങ്ങൾ ട്രിപ്പ് പോയി എൻജോയ് ചെയ്യുന്ന പ്രണവിനെ മിക്കവരും ഒരു പാവം പയ്യനായിട്ട് ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. നേരാ, അവൻ
അവനെ കണ്ടാൽ തന്നെ അറിയാം എന്തൊരു പാവല്ലേ. അങ്ങനെ ആ ഒരു പാവത്താൻ ഇമേജ് പൊളിച്ചെടുക്കാൻ കൂടി ചെയ്ത ഒരു പടമാണ് DS0. ഇങ്ങേരെ കൊണ്ട് ഒരു ഫുൾ ലെങ്ത് നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ വളരെ ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം ഈ പടം കണ്ടപ്പോൾ തീർച്ചയായി. ഇതിലെങ്ങേറെ പെർഫോമൻസിനെ പ്രശംസിക്കാതെ വയ്യ. റെഡ് റൈൻ, ഭൂതകാലം, DS0 തുടങ്ങി ചെയ്ത 4 പടങ്ങളിൽ 3 എണ്ണത്തിൻ്റെയും റൺ ടൈം 2 മണിക്കൂറിലും താഴെയാണ്. ഈ 2 മണിക്കൂർ താഴെയുള്ള സമയം കൊണ്ട് പ്രേതത്തിനെ സ്ക്രീനിൽ കാണിക്കാതെ തന്നെ ഒരു ഹൊറർ ഫീല് കൊണ്ടുവരാൻ പ്രത്യേക കഴിവുള്ള വ്യക്തിയാണ് ഈ രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ. പ്രത്യേകിച്ച് അങ്ങേർക്ക് രാത്രി സമയം തന്നെ വേണമെന്ന് പോലും നിർബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കാൻ പാകത്തിനുള്ള സാധാരണ കഥകളെ വളരെ റിച്ചായ മേക്കിംഗ് കൊണ്ടും യുണീക്ക് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചും വേറെ ലെവലാക്കി മാറ്റുന്നതും ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയുള്ള യുണീക്ക് ഡയറക്ടേഴ്സിനെയൊക്കെ ഓവർ റേറ്റഡ് ആണെന്നും പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ അത് മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ പാരയാകും. ഇൻഡസ്ട്രിയെ യുണീക്കാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യുണീക്കായിട്ടുള്ള ഡയറക്ടർമാരും അനിവാര്യമാണ്.